ശ്രീമതി ബിന്ദുകൃഷ്ണ, 50% സീറ്റുകൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് യുവജനങ്ങൾക്കും സ്ത്രീകൾക്കുമായി നൽകുമെന്ന പ്രഖ്യാപനം വി.ഡി. സതീശന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ തീരുമാനത്തെ കാണുന്നത്? സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവിന്റെ ഈ പ്രസ്താവനയെ വളരെയേറെ പ്രതീക്ഷയോടുകൂടിയും അതിലേറെ അഭിമാനത്തോടു കൂടി നോക്കിക്കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഭരണ ദൗർബല്യത്തിന്റെയും അഴിമതിയുടെയും സാമൂഹ്യക്ഷേമ പദ്ധതികളുടെ അട്ടിമറിയുടെയും അടക്കം കേരളത്തെ വെറുപ്പിച്ച ഒരു ഗവൺമെന്റിനെതിരെയുള്ള ഏറ്റവും വലിയ പോരാട്ടത്തിന് തയ്യാറെടുക്കുമ്പോൾ അത് ഈ സമൂഹത്തിന്റെ പ്രതീക്ഷയ്ക്കനുസരിച്ച് സാമൂഹിക മാറ്റങ്ങൾക്ക് ശംഖുലിനാദം മുഴക്കിക്കൊണ്ട് ഏറ്റവും നല്ലൊരു തീരുമാനം യുവജനങ്ങളെയും വനിതകളെയും കൂടുതൽ രാഷ്ട്രീയ അധികാരങ്ങളിലേക്ക് കൊണ്ടുവരുന്ന സമൂലമായൊരു മാറ്റം ഈ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരുന്ന ആ പ്രഖ്യാപനം തീർച്ചയായും കേരളത്തിന്റെ പൊതുവായ മുന്നേറ്റത്തിന് വഴിയൊരുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ഈ നാടിന്റെ സ്പന്ദനമാണ്. കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ കാലത്തിന്റെ ചുവരെഴുത്തുകൾക്കനുസരിച്ച് മാറുന്ന രാഷ്ട്രീയത്തിന്റെ ദിശാസൂചിക കൂടിയാണ്. അത് ഈ നാടിന് ഏറെ പ്രയോജനകരമാകും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റങ്ങൾക്ക് നാന്ദി കുറിക്കുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരുവാൻ തീർച്ചയായും UDF ചെയർമാൻ കൂടിയായ പ്രതിപക്ഷ നേതാവിന്റെ പ്രഖ്യാപനങ്ങൾ വഴിയൊരുക്കും എന്ന കാര്യത്തിൽ ഇതിൽ വലിയ ഒരു ഫൈറ്റ് തന്നെയായിരിക്കും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ അതിൽ മുന്നിൽ നിന്ന് നയിക്കാൻ ഒരു പുതിയ തലമുറ വേണം എന്നൊരു തിരിച്ചറിവ് കൂടിയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് ഉണ്ടായിട്ടുള്ളത്. എല്ലാ കാലത്തും കോൺഗ്രസിൽ ചിലപ്പോഴൊക്കെ അത്തരം വലിയ മാറ്റത്തിന് നേതൃത്വം കോൺഗ്രസ് നൽകിയിട്ടുണ്ട്. 1970 അന്നത്തെ KSU പ്രസിഡന്റ് അടക്കം യുവജനങ്ങളുടെ ഒരു നിരയെ തന്നെ കേരളത്തിൽ അണിനിരത്തിക്കൊണ്ട് വൻപിച്ച മുന്നേറ്റം നടത്തുവാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. അത് പല ഘട്ടങ്ങളിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ മാറുന്ന കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ച് കോൺഗ്രസ് തന്നെയാണ് ശരിയായ മാറ്റങ്ങൾക്ക് നേതൃപരമായ പങ്ക് വഹിക്കേണ്ടത്. UDF ആണ് എന്ന പൂർണ്ണ ബോധ്യത്തോടുകൂടി ആയിരിക്കാം. പക്ഷെ നോക്കൂ, 50% യുവജനങ്ങൾക്ക് സ്ത്രീകൾക്ക് നൽകുമ്പോൾ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ മാറി നിൽക്കേണ്ടി വരില്ലേ ബിന്ദുകൃഷ്ണ? അങ്ങനെ എല്ലാവരെയും മാറ്റി നിർത്തിക്കൊണ്ടല്ലോ. 50% മാത്രമല്ലേ ഈ കാര്യത്തിൽ ആലോചിക്കുന്നുള്ളൂ. ബാക്കി 50 നേർപകുതി അവിടെ ഉണ്ടല്ലോ. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. അനുഭവ സമ്പത്തും യുവത്വവും എല്ലാം കൂടി ചേർത്തുകൊണ്ടാണ്, സമാസമം ചേർത്തുകൊണ്ടാണ് രാഷ്ട്രീയ പോരാട്ടത്തിന് UDF തയ്യാറെടുക്കുന്നത്.